ഒന്ന് നേരത്തെ വന്നൂടെ നിങ്ങൾക്ക്? 10-11 മണിയാകുമ്പോ വീട്ടിൽ കയറി വരും. സമയത്തിന് വീട്ടിൽ വന്നൂടെ നിങ്ങൾക്ക്? അതിന് നീ പറഞ്ഞ പോലെ വരാൻ പറ്റണ്ടേ സമയത്തിന്? അതെന്താ വരാൻ പറ്റാണ്ട്? 5 മണി കഴിഞ്ഞ പിന്നെ ഏത് ഓഫീസാണുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കെങ്കിലും നിങ്ങൾക്ക് വീടെത്തിക്കൂടെ? ഇതെന്നും ഇങ്ങനെയല്ലേ? 10-11 മണി വരെ ബാക്കിയുള്ളവരിങ്ങനെ ഉറക്കം ഒഴിച്ച് കാത്തിരിക്കണം, എല്ലാം ഒരുക്കി വെച്ചിട്ട്. അങ്ങനെ ഒരുക്കി വെക്കാനുണ്ടെങ്കിലേ ഞാൻ പാതി രാത്രി ഒരു പണിയെടുത്തിട്ട് വരുന്നോണ്ടാ, അല്ലാണ്ട് നിനക്ക് വെറുതെ കിട്ടുമൊന്നുമില്ല. അതിന് പാതിരാത്രി വരെ നിങ്ങൾ പണിയെടുത്തിട്ട് വരുന്നതാണോ? ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നേരെ വീട്ടിൽ വരണം, അല്ലാണ്ട് ഫ്രണ്ട്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പോവല്ല വേണ്ടത്. എനിക്ക് ഇങ്ങനെ വരാനേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതല്ലേ ഈ പരിപാടി? ഒരു ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ സമയത്തിന് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ? ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതല്ലേ? മതി, നീ നിർത്ത്. വന്ന് കീറുമ്പോ തന്നെ ഒരു ഉപദേശം കൊണ്ടുവരും അവള്. നിന്റെ ഈ സംസാരം കേൾക്കാൻ വയ്യായിട്ട് തന്നെയാ ഞാൻ ലേറ്റായിട്ട് വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഡ്രസ്സ് മാറ്റിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ വേണമെങ്കിൽ കഴിച്ചോ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ അതല്ലേ പറഞ്ഞ് നിന്നോട് കഴിച്ചോളാൻ. വീട്ടിൽ വന്ന് കീറിയപ്പോഴത്തേനും തുടങ്ങി ഓരോന്നുകൊണ്ട് വന്നോളാം അവിടെ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കോച്ചിങ് ക്ലാസ്സിൽ പൈസ കൊടുക്കണമെന്ന്. അതിനാ അവിടെ ഇപ്പൊ പൈസ കൊടുക്കുന്നത്? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട സമയമായില്ലേ? എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അത് മാത്രല്ല ബസ്സിന് പോകാനും പൈസ ഇല്ല. അതിന് നീ സാധാരണ നിന്റെ അമ്മേന്റെ നല്ല പൈസ വാങ്ങിട്ട് പോകുന്നത്, അല്ലാണ്ട് എന്റെ അടുത്ത് നല്ലല്ലോ. എന്ന് വാങ്ങിട്ട് പോവാണല്ലേ? എപ്പോഴും അങ്ങനെ അമ്മേനോട് വാങ്ങാൻ പറ്റില്ല ഏട്ടാ. അത് മാത്രല്ല വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഏട്ടൻ പൈസ തന്നാ മതി. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കോച്ചിങ് പഠിത്തം എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വരരുതെന്ന്. ഇതാ ഈ കാര്യങ്ങൾക്ക് എന്റെ 5 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. എടി നിന്റെ പൈസ ഇല്ലെങ്കിൽ നീ കോച്ചിങ്ങിന് പോകണ്ട, അത്രല്ലേ ഉള്ളൂ. പിന്നെ പഠിച്ച് പാസ്സായിട്ട് വലിയ കളക്ടറാകാൻ പോവല്ലേ? എടി വീട്ടിൽ വല്ല പണിയെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. എനിക്കിങ്ങനെ ഒന്നിനൊന്നിനും പൈസ തരണ്ടായി ഞാൻ എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാ? ഞാൻ ഇത്രയും പഠിച്ചത് വീട്ടിലിങ്ങനെ അടുക്കള പണി മാത്രം എടുത്തിട്ട് ജീവിക്കാനാ? നിനക്കേ കഴിക്കാൻ ഇവിടെ 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. തൽക്കാലം അത് നോക്കിയാ മതി. എത്ര നേരായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എവിടെ പോരുന്ന ഉള്ളത്? എന്തായാലും ഒരു മെസ്സേജ് ഇവിടെ. ഹലോ, എന്താ പരിപാടി? കുറെ നേരമല്ലേ കണ്ടിട്ട്. വേറെ ഞാൻ എന്ത് ചെയ്യാനാണമ്മ? എനിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാനൊന്നും പറ്റില്ല. ഒന്നാമത് മോനും വളർന്നു വരല്ലേ. എന്തിനാ മോളെ എങ്ങനെ എല്ലാം സഹിച്ച് നടക്കുന്നത്? ഇത് പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് ചെയ്തു പോയി. അപ്പൊ ഞാൻ അനുഭവിക്കന്നെ വേണ്ടേ? പക്ഷെ എന്റെ കുട്ടി കൂടി കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാ അതിനോട് പോലും ഇത്തിരി സ്നേഹമില്ല. ഇത്രയും വലിയ തെറ്റ് നീ ചെയ്തതാണ്. അത് കാരണം എല്ലാം അവിടെ സഹിച്ചിരിക്കും. ഞങ്ങൾ പറഞ്ഞോ മോളെ, നീ എത്ര തെറ്റ് ചെയ്താലും ഞങ്ങളുടെ മോളല്ലേ, ഞങ്ങൾക്കാർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നോക്കിയെടുത്ത് എല്ലാം നോക്കി കല്യാണം കഴിച്ച കുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനെ സംഭവിക്കലില്ലേ? മോൾ അതൊന്നും വിചാരിച്ച് വിഷമിക്കരുത്. മോൾ ഇങ്ങോട്ട് വാ. അമ്മ പറയണ പോലെ എല്ലാം വിട്ടിട്ട് അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ഒന്നാമത് ഈ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ ഓരോ സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ട് നമ്മുടെ ശാലിനിയച്ചിയുടെ കാര്യം തന്നെ നോക്ക്. എവിടേക്കെങ്കിലും ഒക്കെ പോണേ തന്നെ 100 നാട്ടുകാരുണ്ടാവും പുറകിൽ. എങ്ങോട്ടാ പോണേ, എന്താ ചെയ്യണേ, എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ബസ്സിൽ ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. അതൊക്കെ സഹിക്കണേലും ഭേദം ഇവിടെ അങ്ങോട്ട് ഇരിക്കണ തന്നെയാ. ഇതാകുമ്പോ ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ മാത്രമല്ല അറിയുന്നുള്ളൂ. പുറത്താരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ അടുത്ത് നിന്ന് വെറുതെ ജീവിതം പാഴായിക്കളതിനേക്കാളും എത്രയോ നല്ലതല്ലേ മോളെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത്. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്നുമില്ല, നഷ്ടപ്പെടും ഞങ്ങൾക്ക്. ആരും അറിയാതെ രണ്ടും കൊടുത്ത് രജിസ്റ്ററും കഴിച്ചു. നാട്ടുകാരുടെ മുന്നിൽ വെറുതെ നാണം കണ്ടാരോന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വന്ന് 10-35 സ്വർണ്ണം തന്ന് കല്യാണം കഴിച്ചു. പോയ രണ്ടാമക്ക് അത് മുഴുവൻ തിന്ന് തീർത്തുറ. പിന്നെ അവന്റെ കൂടെ എന്തിനാ മോളെ നീ ജീവിക്കുന്നത്? മതി അമ്മ, എപ്പോ വിളിച്ചാലും ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. എത്ര പറഞ്ഞാൽ ശരി, ഞാൻ വെക്ക. ഇതെന്തിനാ തുണികളൊക്കെ ഇതിൽ മടക്കി വെക്കുന്നേ? അതൊക്കെ ഞാൻ പുറത്തെടുത്തിട്ടില്ല. ഞാൻ ഷെൽഫിൽ കുറച്ച് മടക്കി വെച്ചോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പെട്ടി നിർത്തിട്ടെ ആ ഹോളിൽ വെക്കട്ടോ.
ഹലോ. ആ എന്തൊക്കെയാ ഇവിടെ? ഞാനൊരു 10 മിനിറ്റ് ഇറങ്ങും. എല്ലാരും റെഡിയായോ? ആ ശരി എന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലത് എങ്ങോട്ടാ പോവാൻ നിൽക്കുന്നേ? ഓ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഞാൻ 5-6 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ കേട്ടോ. ഞാനൊരു ടൂർ പോവാ. ടൂറ് പോകേ? ഇപ്പോഴോ? ഇതൊന്നും ആരോടും ചോദിക്കും പറയുന്നു വേണ്ട, തോന്നിയ പോലെ അങ്ങ് ഇറങ്ങി പോവുക. അതെന്താ? എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നിന്റെ സമ്മതമായിട്ട് വേണോ? നീയേ എന്നെ അധികം ഭരിക്കാൻ വരുമൊന്നും വേണ്ട. ഈ പെട്ടി എടുത്തിട്ട് പുറത്തേക്ക്, എനിക്ക് പോകാൻ സമയമായി. ഞാൻ നിങ്ങളെ ഭരിക്കാൻ നിൽക്കണമൊന്നും അല്ല. ഈ ടൂറ് പോകാൻ പറഞ്ഞ പെട്ടെന്ന് തോന്നിയ പോലെ അങ്ങ് ഇറങ്ങി പോവുക. ഇവിടെ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക? കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടിയാന്ന് വിചാരിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് വേറെ ജീവിതമൊന്നും വേണ്ടേ? ഈ ജോലി കുടുംബമായിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പോയി കുറച്ച് കറങ്ങിയിട്ട് വരട്ടെ. ആ ഭാര്യയുണ്ട് കുട്ടിയുണ്ട് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ തോന്നിയ പോലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് എന്റെ വീട്, എന്റെ ലൈഫ്. അത് ഞാൻ തീരുമാനിക്കുക എങ്ങനെ കൊണ്ടുപോകണം, അല്ലാണ്ട് നീ അല്ല തീരുമാനിക്കുക. മനസ്സിലായോ? ആ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം. നിങ്ങളെ പോലെ തോന്നിയ പോലെ ഞാനും നടക്കാം. നീ നിന്റെ തോന്നിയ പോലെ ചെയ്യും. ആര് ചോദിക്കും നിന്നോട്? പോവേ വരെ എന്തേലൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നിന്റെ തിരുമോന്ത കണ്ടോണ്ടിരിക്കണ്ടല്ലോ 24 മണിക്കൂർ. എന്ത് മനുഷ്യനാണ് നിങ്ങള്? എന്തോ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ പുറകെ നടക്കണം, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാ, എന്നിട്ട് എപ്പോഴാ നിങ്ങൾ തിരിച്ചു വരിക? അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്തായാലും 5-6 ദിവസം കഴിയും. 5-6 ദിവസമോ? ആ ചിലപ്പോ വൈകും. നിന്നോട് പറഞ്ഞിട്ടേ എനിക്ക് ചാർട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നില്ല. ഹലോ. അയടാ ഞാനിപ്പോ ഒരു 2 മിനിറ്റ് ഇറങ്ങും. ആ ശരി എന്നാ ശരി. എടി മോൻ എണീക്കുമ്പോ പറ, ഞാൻ ഇറങ്ങാം. എന്താ ഈ കട്ട് ചെയ്തോണ്ടിരിക്കണേ? ഓ തുടങ്ങി ശല്യം ചെയ്യാൻ. രാവിലെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴത്തേനും വരും ഫോൺ കോള്. എവിടത്തെയും ചോദിച്ചോണ്ട്. എന്താടി ഇത്? രാവിലെ തൊട്ട് വിളിച്ച് വെറുപ്പിച്ചോണ്ടിരിക്കുന്നല്ലേ. നിനക്കിപ്പോ എന്താ പ്രശ്നം? ഏട്ടാ എന്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ? എത്ര നേരമായി? ഒന്ന് വേഗം വാ. വേഗം വരാൻ എനിക്ക് സൗകര്യമില്ല. നീ വെച്ചിട്ട് പോയിക്കാ അവിടുന്ന്. എന്താ ഈ പറയുന്ന? ഹോസ്പിറ്റലിൽ പോണ്ടേ? ഇതിപ്പോ 5-5:30 സമയം. ഡോക്ടർ ഇപ്പൊ പോകില്ലേ? ഏട്ടൻ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കല്ലേ? നിങ്ങളാണെങ്കിലും വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല, കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ? നീ ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോ അവിടെ നിന്ന് സമയം കളയണ്ട. നീ തന്നെ പോയിട്ട് വാ. ഞാൻ എങ്ങനെ പോവാനാ? അന്ന് തന്നെ പോയിട്ട് അവിടെ തലറിഞ്ഞു വേണ്ടി ഡോക്ടർ പറഞ്ഞതാ അതിന് വരുമ്പോ ഒറ്റയ്ക്ക് വരണ്ട, ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാ മതിയെന്ന്. ഏട്ടൻ വേഗം വരാൻ നോക്ക്. ഓ നിന്നെ കൊണ്ട് ഇത് വലിയ ശല്യാണല്ലോ. നീ എന്താ എനിക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കാണോ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ പോലെ ഓട്ടോ വിളിച്ചു പോകുന്നത്. ഇപ്പൊ ഞാൻ തന്നെ വരേണ്ട ആവശ്യം ഉണ്ടാവും? എപ്പോ നോക്കിയാലും ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് വന്നോളൂ ഫോൺ ചെയ്തോണ്ട്. എടാ നീ ഇപ്പൊ കട്ടേ, എനിക്ക് വേറെ കോള് വരുന്നുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? റെഡിയായി നിക്കട്ടെ? നീ എന്തേലും ചെയ്യ്. ഹലോ. എവിടെയാണിത്? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ആണോ? പാർക്കിലുണ്ടോ? എവിടെ? അങ്ങനെയാണെങ്കിലേ ഈ വാട്ടർഫോൾ അല്ലേ അതിന്റെ അടുത്തുണ്ട്. ഞാൻ ഇങ്ങോട്ട് വാ. എന്നാ വേഗം വാ. നീ ഈ ഫോട്ടോസ് ഒന്ന് നോക്ക്. നിനക്കല്ലേ ആരും പറഞ്ഞ വിശ്വാസമാകാത്തത്? മനസ്സിലായോ? ഇതിലൊന്ന് സൈൻ ചെയ്. സൈൻ ചെയ്യാനോ? രാവിലെ തന്നെ ഒരു പൊട്ടത്തരങ്ങളോട് വന്നോളൂ. ചെന്ന് ഭക്ഷണം എടുത്തുവാടി. നോക്കി നിൽക്കാണ്ട് എടുത്തോണ്ട് പോയി അവിടുന്ന് ഒരു ഭക്ഷണം എടുത്തോണ്ട് വാ. അതെ, നിങ്ങൾ ഈ ഭക്ഷണം എടുത്തതാന്ന് പറയുമ്പോ എടുത്തു തരാനും വേണ്ടാന്ന് പറയുമ്പോ കളയാനും പിന്നെ നിങ്ങളുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഉള്ളത്. ഇനിമേൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ അതിനെ പറ്റിയ ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ കൂടെ, അവരെ കൊണ്ടൊന്ന് ഉണ്ടായി തരാൻ പറയും. അതിന് പറ്റിയ ആൾക്കാരോ? തോന്നിയാസം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ സ്വഭാവം നീ അറിയും. നിങ്ങളുടെ സ്വഭാവം ഞാൻ കുറെ കണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെയാ പറയണത്. ഇത് വായിച്ചു നോക്കിട്ടേ മര്യാദയ്ക്ക് സൈൻ ചെയ്യാൻ നോക്ക്. പോയിട്ട് വരാൻ പണിയുണ്ട്. വായിച്ചു വെക്കാനോ? എന്താ സാധനം? തുറന്നു നോക്ക്, നിങ്ങളുടെ മുമ്പിലല്ലേ ഇരിക്കുന്നത്.
ഡിവോഴ്സ് നോട്ടീസോ? നീ ഡിവോഴ്സ് ചെയ്തിട്ട് എവിടെ പോകാനടി? ഇതൊക്കെ പറയാൻ നല്ല എളുപ്പാ. നീ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്ക്, അപ്പൊ കാണാം ഓരോത്തിന് കുട്ടിയും കൂടെ കൂടെ ഉള്ള. ഒരിക്കലേ എന്റെ അച്ഛനെയും അമ്മേനും എന്റെ കുടുംബക്കാരെ എല്ലാരും വെറുപ്പിച്ചിട്ടേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതല്ലേ. അത്രയ്ക്കും വലിയ കാര്യമൊന്നും അല്ല അത്. ഇവിടെ അടുക്കള പണി ചെയ്യാനും വീട് അടിച്ചുപൊളിച്ച് വൃത്തിയാക്കാനും നിങ്ങൾക്ക് ഒരു ഭാര്യന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തു വേറെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളായിട്ടേ വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കല്ലേ, അതുകൊണ്ട് തോന്നുന്നത് നിനക്ക്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയും വിവരം. കഷ്ടപ്പെട്ട് പോകുന്നു. അതെനിക്കറിയാം, ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയതാ. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ടേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കണ്ണീര് പിടിപ്പിക്കാന്ന് വിചാരിച്ചു. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുമ്പോഴേ അതിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാവണം. അതാണ് മാന്യതയുള്ള ഒരു ഭർത്താവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്തിയിട്ട് അവസാനം ഒരു കുഞ്ഞാകുമ്പോഴത്തേക്കും വേറെ പെണ്ണുങ്ങളെ തേടി പോകുന്നതല്ല. ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ പശ്ചാത്താപവും ചുമന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് മാത്രമല്ല ജീവിതം ഉള്ളത്, എനിക്കും എന്റെ മോനും ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ തോന്നിയ പോലെ ജീവിച്ചോ. ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അവരെ കൂടെ കൂട്ടിക്കോ. നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങളും കണ്ടിട്ടേ എന്റെ കുഞ്ഞിന് വളരണ്ട്. അവനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? നീ അത് പറ. ഒരുമാതിരി വളച്ചേട്ടി കണ്ണീരൊലിച്ച് നിക്കല്ലേ. എന്റെ പ്രശ്നം എന്താണെന്നേ ഞാൻ നിങ്ങളുടെ വീട്ടുകാരെയും എന്റെ വീട്ടുകാരെയും വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറ്റുള്ളതായിട്ടുള്ള ഫോട്ടോസ് ഇല്ലേ, അതും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടേ നിങ്ങൾ അധികം നാടകം കളിക്കാണ്ടേ വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാൻ നോക്ക്. വേണേ 2 ദിവസം സമയം എടുക്കും. ആമ ഇല്ല, ഞാൻ ഇറങ്ങാൻ നിക്ക. മോനെ ഞാൻ വരുന്ന വഴിക്ക് കൂട്ടാ. ശരി. ആ പിന്നെ നിങ്ങളുടെ പേരിൽ ഞാൻ ചെറിയൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണല്ലോ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കാൻ. പിന്നെ ഒരു 35 പവന്റെ ഗോൾഡും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കല്യാണം കഴിഞ്ഞ അന്ന് കണ്ടു എന്നല്ലാണ്ട് അതിനുശേഷം ഞാനത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അപ്പൊ അതും കൂടി അങ്ങോട്ട് തരാൻ നോക്കിട്ടോ ഇതിന്റെ ഒപ്പം. അതിനെന്നെ കൊണ്ട് വേറെ കംപ്ലൈന്റ് കൊടുക്കാൻ ഇടവരുത്തരുത്.